വെൽക്കം ടു SK's ക്രിയേറ്റീവ് ഇംഗ്ലീഷ്. എങ്ങനെ നന്നായി ഉപദേശിക്കാം? നമുക്കൊരു ഉപദേശം കൊടുക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. ഉപദേശം കേൾക്കുന്നതിനേക്കാളും ഇഷ്ടം നമുക്ക് ഉപദേശങ്ങൾ നൽകാനാണ്. നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ടീച്ചർ കുട്ടികളോട് പറയാന്ന് വെച്ചോളൂ, യു ഷുഡ് സബ്മിറ്റ് ദി അസൈൻമെന്റ്. യു ഷുഡ് സബ്മിറ്റ് ദി അസൈൻമെന്റ് ടുമോറോ. നാളെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്നാണ്. ഈ ഷുഡ് എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഉപദേശിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യണം എന്നാണ് ഇതിന്റെ മലയാളം. യു ഷുഡ് സബ്മിറ്റ് ദി അസൈൻമെന്റ്. ഐ റിപ്പീറ്റ്. ഇത് ഉപദേശമാണ്. അതല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ സബ്മിറ്റ് ദി അസൈൻമെന്റ് എന്ന് പറഞ്ഞാലും അവിടെ കുഴപ്പമില്ല. യു ഹാഡ് ബെറ്റർ സബ്മിറ്റ് ദി അസൈൻമെന്റ്. ഇവിടെ പലപ്പോഴും ആളുകൾ യു ഹാഡ് ബെറ്റർ ടു സബ്മിറ്റ് എന്ന് തെറ്റായിട്ട് പറയാറുണ്ട്. പക്ഷെ യു ഹാഡ് ബെറ്ററിന് ശേഷം സബ്മിറ്റ് എന്നത് മാത്രം പറഞ്ഞാൽ മതിയാവും. ഇനി അതിന് പകരം മസ്റ്റ് ആണ് ടീച്ചർ പറഞ്ഞെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ടീച്ചർ പറയാണ് യു ഷുഡ് സബ്മിറ്റ് ദി അസൈൻമെന്റ് ടുമോറോ എന്ന് പറഞ്ഞതിന് പകരം യു മസ്റ്റ് സബ്മിറ്റ് അസൈൻമെന്റ് ടുമോറോ എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ടീച്ചർ കുറച്ചുകൂടി കടുപ്പിച്ച് പറയാണ്, നിങ്ങൾ നിർബന്ധമായും അസൈൻമെന്റ് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അതിനപ്പുറത്ത് വേറെന്തോ ഉണ്ട്. അതായത് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ സംതിങ് വിൽ ഹാപ്പൻ. യു മസ്റ്റ് സബ്മിറ്റ് ദി അസൈൻമെന്റ് ടുമോറോ. അപ്പോൾ ഒന്നാമത്തത് യു ഷുഡ് സബ്മിറ്റ് ദിസ് അസൈൻമെന്റ് ടുമോറോ എന്ന് കുട്ടികളോട് പറയുമ്പോൾ സാധാരണ പോലെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, അത് നിങ്ങൾക്ക് നന്നായിരിക്കും, അതാണ് നല്ലത് എന്ന രീതിയിൽ പറയുന്ന ഒരു ഉപദേശമാണ് അത്. യു ഷുഡ് സബ്മിറ്റ് ദി അസൈൻമെന്റ്. യു ഹാഡ് ബെറ്റർ സബ്മിറ്റ് ദി അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്ന അതേ ടോണിൽ തന്നെയാണ് അതും വരുന്നത്. പിന്നീട് പറഞ്ഞത് യു മസ്റ്റ് സബ്മിറ്റ് ദി അസൈൻമെന്റ് എന്നാണ്. ആ മസ്റ്റ് അവിടെ വരുമ്പോഴത്തേക്കും ഒന്നുകൂടി നിർബന്ധമായിട്ടും ചെയ്യണം, നാളെ തന്നെ ചെയ്യണം എന്നൊരു ടോൺ അവിടെ വന്നു. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, നാളെ തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കടമയാണെന്ന് പറയണമെങ്കിൽ ടീച്ചർക്ക് ഇങ്ങനെ യു ഹാവ് ടു സബ്മിറ്റ് ദി അസൈൻമെന്റ് എന്ന് പറയാം. ഈ ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ ഒരു കടമയാണെന്നുള്ള രീതിയിലായി. അപ്പം എത്രയായി? ഒന്ന്, യു ഷുഡ് സബ്മിറ്റ് ദി അസൈൻമെന്റ്, യു മസ്റ്റ് സബ്മിറ്റ് ദി അസൈൻമെന്റ്, യു ഹാവ് ടു സബ്മിറ്റ് ദി അസൈൻമെന്റ്. ഇനി യു ആർ സപ്പോസ്ഡ് ടു സബ്മിറ്റ് ദി അസൈൻമെന്റ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് എന്ന നിലയിൽ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടവരാണ് എന്ന രീതിയിലായി. പലപ്പോഴും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ, പലപ്പോഴും ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സപ്പോസ് ടു എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എ ടീച്ചർ ഈസ് സപ്പോസ് ടു മോട്ടിവേറ്റ് ഹെർ സ്റ്റുഡൻസ്. ഒരു ടീച്ചർ എപ്പോഴും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആളാണ്. ഷീ ഈസ് സപ്പോസ് ടു ഡു ദാറ്റ്. ഈസ് സപ്പോസ്ഡ് ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗമുണ്ട്. ചിലപ്പോൾ സപ്പോസ് ടു പറയുമ്പോഴത്തേക്കും അതിന് മുമ്പിൽ ഒരു ഈസ് വേണം. ഷീ സപ്പോസ് ടു അല്ല, ഷീ ഈസ് സപ്പോസ് ടു മോട്ടിവേറ്റ് ഹർ സ്റ്റുഡൻസ് എന്ന് പറയണം. അപ്പോൾ ഇത്രയുമാണ് ഉപദേശങ്ങൾ കൊടുക്കാനും അതുപോലെ കടമകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ. ഇതിൽ കൂടുതൽ ഇനിയും അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ ഉണ്ടാവും. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ.